വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് കൊണ്ടെന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ച സിപിഎം ഇരുവരും ജയിച്ചത് വർഗീയ സംഘടനകളുടെ വോട്ട് കൊണ്ട് തന്നെയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായ വിമർശനമല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാനത്ത് സിപിഎമ്മിന്റെ അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള എ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ UDF ശക്തമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പിന്തുണയുമായി CPIM രംഗത്തെത്തിയത്. UDFന്റെ സഖ്യകക്ഷികൾ എന്ന രീതിയിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയതെന്നത് സത്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിന്റെയും SDPയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിക്കുകയാണ് CPM എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. സംഘപരിവാറിനെ ഭയന്നാണ് CPM നേതാക്കൾ ജീവിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് CPM പോകുന്നത്. സംഘപരിവാർ കുറേ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. CPMന്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് BJPക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത്. വിജയരാഘവൻ BJP നേതാവായ മട്ടിലാണ് പ്രതികരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. മോഹൻ ഭാഗവത് വിജയരാഘവനെ കണ്ടാൽ കാലിൽ വീഴുമെന്നും മുരളീധരൻ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും CPIമുകാർ പോലും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് MK രാഘവൻ MP പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.